തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ എത്തുന്ന ഘോഷയാത്ര വൈകിട്ട് 6 മണിയോടെ കൂടിയാണ് സന്നിധാനത്തെത്തുക. അതേസമയം ഈ വർഷത്തെ മണ്ഡലപൂജ നാളെ നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. വാർത്തയുടെ വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ സന്നിധാനത്ത് നിന്നും ചേരുന്നു. നിതിൻ, തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമല സന്നിധാനത്ത് എത്തും. ഭക്തജനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. വൃന്ദ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. പമ്പയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം പമ്പയിൽ വിശ്രമിച്ച് വൈകിട്ടാണ് പമ്പയിൽ നിന്നും വീണ്ടും ഘോഷയാത്ര ആരംഭിക്കുക. തുടർന്ന് 6 മണിയോടുകൂടി ശബരിമല സന്നിധാനത്തെത്തും. സന്നിധാനത്തെ കൊടിമരച്ചുവട്ടിൽ ദേവസ്വം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ശബരിമല തന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തും. തുടർന്നാണ് ദീപാരാധന നടക്കുക. ദീപാരാധന നടന്നതിന് ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം ഉണ്ടാവുക. ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് വരെ പമ്പയിൽ അയ്യപ്പ ഭക്തർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. ഈ തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയാൽ മാത്രമേ ഭക്തർക്ക് പമ്പയിൽ നിന്നും അയ്യപ്പ ദർശനത്തിനായി ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. നാളെയാണ് മണ്ഡലമാസ പൂജ നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ തന്ത്രിയുടെ മേൽനോട്ട കാർമ്മികത്വത്തിലാണ് മണ്ഡലമാസ പൂജ നടക്കുക. തുടർന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കുകയാണ്. 41 ദിവസമായി അയ്യപ്പ ഭക്തരുടെ മനസ്സ് ശബരിമല സന്നിധാനത്താണുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ആവലാതികളും പരാതികളും പരിഭവങ്ങളുമെല്ലാം അയ്യപ്പൻ്റെ മുന്നിൽ പറയാൻ, അയ്യപ്പനെ കണ്ടു തൊഴാൻ 41 ദിവസമായി ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഒഴുക്കായിരുന്നു. നാളെ മണ്ഡലപൂജ കഴിഞ്ഞ രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലമാസ പൂജകൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. വീണ്ടും മകരവിളക്കിന് വേണ്ടി ഈ മാസം 30-നാണ് നടയടയ്ക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് തങ്കയങ്കി ഘോഷയാത്രയ്ക്കും അതോടൊപ്പം മണ്ഡലമാസ പൂജകൾക്കുമായി ശബരിമല നട ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പുഷ്പാലങ്കൃതമാണ് ക്ഷേത്ര സന്നിധിയും പരിസരവുമെല്ലാം തന്നെ. വലിയ തിരക്ക് ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ പുലർച്ചെ നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കം ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നും നാളെയും ഭക്തരുടെ എണ്ണത്തിൽ ക്രമീകരണങ്ങളുണ്ട്. 5000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. വലിയ തിരക്ക് ഇന്നും നമുക്ക് ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിയുകയാണ്. രാവിലെ നട തുറന്നത് മുതൽ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുമെല്ലാം അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര കാണാൻ കഴിയുന്നു. മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിലും നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അയ്യപ്പൻ്റെ സോപാനത്തിന് പുറത്ത് അയ്യപ്പനെ കാണാനുള്ള ഭക്തരുടെ ഒരു തിരക്കാണ്. എന്തായാലും ശബരിമല സന്നിധാനം മണ്ഡല വിളക്ക് മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മണ്ഡല മഹോത്സവത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് സന്നിധാനം. വൃന്ദ. ശരി.